നമ്മുടെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കാനിടയായി. ഇതിനിടയിൽ കിരൺ റിജ്ജു സമവായ ചർച്ച നടത്തുന്നു എന്ന വാർത്തയും കേട്ടു. ഓം ബിർള സ്പീക്കറാണ്. നമ്മുടെ ലോക്സഭയിൽ ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിച്ചിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകേണ്ടത് പ്രതിപക്ഷ പാർട്ടിക്കാണ്. കഴിഞ്ഞ സർക്കാരുകളിലൊന്നും പ്രതിപക്ഷത്തിന് ഉദ്ദേശിച്ച എണ്ണമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവുണ്ടായി. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു അംഗീകൃതമായ ഒരു ലേബലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വളരെ പെട്ടെന്ന് സമവായ ചർച്ച നടക്കുന്നു എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വന്നാൽ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വലിയ ശ്രമം നടന്നേനെയെന്നും അതുകൊണ്ട് താനാണ് ഈ പറഞ്ഞതുപോലെ വരണ്ട എന്ന് പറഞ്ഞതെന്നും സ്പീക്കർ നിഷ്പക്ഷമായി വളരെ നിഷ്പക്ഷമായി നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ സിനിമയിലെ പോലെ തൂണിൻ്റെ ഇപ്പുറത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നോക്കുമ്പോൾ ഉള്ള ആ മുഖത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുള്ളതാണ്. ഏതായാലും അദ്ദേഹം അങ്ങനൊരു വിധി പ്രസ്താവന നടത്തി. എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കിരൺ റിജ്ജു പുറത്തുവിടുകയും ചെയ്തു. വനിതാ അംഗങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ പ്ലാനിട്ടു എന്നൊക്കെയാണ് അതിലൂടെ ചർച്ച വരുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി ഒരല്പം ദാഹജലം തരുമോ എന്ന് ചോദിച്ചതുപോലെ ഇന്ത്യയിലെ ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ അമ്മയായ മുത്തശ്ശിയായ മുതുമുത്തശ്ശിയായ അമ്മാമ്മയായ ഓമനക്കുഞ്ഞമ്മയായ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ ഒരു കാര്യം സംസാരിക്കാനായി അനുവാദത്തിനായി ഇങ്ങനെ അദ്ദേഹം കെഞ്ചി ചോദിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള അനുവാദം നൽകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൈക്കണച്ച് കളയുന്നു. ഇതൊക്കെ ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പണ്ട് കഥകൾ വായിക്കുമ്പോൾ പറയുമല്ലോ, വൺസ് അപ്പോൺ എ ടൈം, ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറയുമല്ലോ. ആ ഒരു കാലമുണ്ടായിരുന്ന കാലത്തെ ഒരു പാർലമെൻറ്റിൻ്റെ ദൃശ്യം എനിക്ക് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. അതിൽ സ്പീക്കറുടെ ചെയറിലിരിക്കുന്നത് സോമനാഥ് ചാറ്റർജി എന്ന് പറയുന്ന മനുഷ്യനാണ്. സ്പീക്കറാണ്, അക്ഷരാർത്ഥത്തിലുള്ള സ്പീക്കർ. കേവല ഭൂരിപക്ഷം പോലും അല്പമാത്രമായുള്ള ഒരു സർക്കാരിനെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ ഉൾക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളെ ഉൾപ്പെടെ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർലമെൻറ്റ്. മറുവശത്ത് സഭാ നേതാവായി അമേരിക്കയുടെ കളിപ്പാവ എന്ന് വിശേഷിപ്പിച്ച ഒരുപാട് ആളുകൾ ട്രോളിയ നമ്മുടെ പാവകളിയിലെ പാവ പോലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ, എന്നാൽ അന്നത്തെ പ്രസിഡൻറ്റുമാരാരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന തരത്തിലൊന്നും ബ്ലാക്ക്മെയിലോ ഭീഷണിയോ പെടുത്താത്ത ഡോക്ടർ മൻമോഹൻ സിംഗാണ് സഭാ നേതാവ്. അദ്ദേഹം സഭയിൽ പറഞ്ഞ ആ ദൃശ്യങ്ങൾ വെറുതെ ഓൺ റെക്കോർഡ് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ठीक है, सगंतर नहीं होता है सेशन. आप इतना सीनियर मेंबर है. Mr. Speaker, sir, I have listened with great respect the statement made by the honorable leader of the opposition. ഞാൻ എല്ലാ ബഹുമാനാദരവോടും കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുകയായിരുന്നു. Let me say, sir, it has been the consistent stand of our government that we don't shy away from any discussion in these matters. ഞാൻ പറയട്ടെ, ഈ സർക്കാരിൻ്റെ സ്ഥായിയായ നിലപാടാണ് ഒരിക്കലും ഒരു ചർച്ചയിൽ നിന്നും ഒളിച്ചോടില്ലെന്ന്. This was made quite clear to you at the very beginning of this session. And as far as the factual statement is concerned, my colleague Shri Suresh Pachori made that statement in both houses, even though he was not allowed to make it, but the statement was placed on the table of the House. And I repeat, we are ready for any discussion as will be decided upon by the floor managers with the approval of the Honorable Speaker, and we will welcome any such discussion. And as far as what I said outside, it was not a press conference. I was asked to comment on the election results, and somebody asked me, what about Pathruji affair? And I said that as far as we are concerned, we have done no wrong, that we have allowed and will allow the CBI to pursue the case with full freedom. And I repeat that
It was not my intention in any way to hurt the sentiment of any member or sentiments of the opposition. That was never my intention, nor did I say anything which should give that sort of impression. സുരേഷ് പച്ചൗരി രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതുപോലെ അങ്ങനെ ആവശ്യമില്ലെങ്കിൽ പോലും ഞങ്ങൾ എല്ലാ ചർച്ചയ്ക്കും തയ്യാറാണ്. ഈ ഫ്ലോർ മാനേജറും സ്പീക്കറുടെ അപ്രൂവലോടുകൂടി തീരുമാനിക്കുന്ന ഏത് ചർച്ചയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിൽ നിന്നൊന്നും ഒളിച്ചോടില്ല. കൊത്രോച്ചി കേസിൽ പ്രസ് മീറ്റിൽ ഞാൻ പുറത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒളിപ്പിക്കാനൊന്നുമില്ല. CBI അന്വേഷണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായി നടക്കുകയാണ്. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷ മെമ്പർമാരുടെയും വികാരത്തെ ഹനിക്കാനോ അതിനെ അനാദരിക്കാനോ അതിനെ അനാദരിക്കാനോ ഉണ്ടാവില്ല എന്നത് ഉറച്ച നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തെക്കുറിച്ചും ഉള്ളു തുറന്ന ചർച്ചയാകാം എന്ന് വളരെ മൃദുവായ ഭാഷയിൽ ഒച്ചപ്പാടും ബഹളവുമില്ലാതെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ അവകാശവാദങ്ങളില്ലാതെ ജൈവികമായി തന്നെ ജനിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി പാർലമെൻറ്റിനുള്ളിൽ നടത്തിയ സംഭാഷണമാണ്. ഇത് കഴിഞ്ഞപ്പോൾ 2007 ശേഷം ഒരു 10-15 വർഷം അല്ലെങ്കിൽ 17 വർഷമേ ആയിട്ടുള്ളൂ. ഇന്നത്തെ പാർലമെൻറ്റും അവിടുത്തെ നിലപാടുകളുമൊക്കെ പരിശോധിച്ച് ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെട്ടതിൻ്റെ കഥയോർത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാം. ഓർമ്മയിൽ ഈ വാചകങ്ങളും ഈ മനുഷ്യനും ഈ ഫ്ലോറും ഈ പാർലമെൻറ്റും ഇരിക്കട്ടെ.